ആവണില്ല കേട്ടോ. ആ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒന്നും കാണാൻ എന്നെ കൊണ്ട് പറ്റണില്ല. ഓക്കെ, ഞാന് റിക്കവറായി വരുന്നുള്ളൂ. അതിന്റെ ഇടയിൽ ഒന്നും കാലം സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദയവേത് നിർത്തുക നിങ്ങളെല്ലാരും. ഓക്കെ, ആരാണെന്നുണ്ടെങ്കിലും എനിക്ക് ഓൾറെഡി കണ്ട് ഞാൻ ആകെ തളർന്ന് മരിച്ച് രണ്ടാമത് എങ്ങെത്തിയതിന് ശേഷം ഞാൻ റിക്കവറായി വരുന്നതാണ്. ഞാൻ നിർത്തി വെച്ചേക്കാണ്. ഞാൻ മൈൻഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിന്റെ ഇടയില് ഇങ്ങനത്തെ വീട്ടല്ലോ ദൈവമേ. എനിക്ക് സത്യം പറയാൻ ആവില്ല കാണാൻ. സീരിയസ്ലി എനിക്ക് ഓൾറെഡി ഫസ്റ്റ് ടൈമിൽ കണ്ടപ്പോ തന്നെ അങ്ങനെ ഇല്ലാണ്ടായി പോയതാണ്. പിന്നെ ആളില്ല, നിർത്തേക്ക് പ്ലീസ്. മഹനാസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ പലതും നമ്മൾ ആലോചിച്ച് പോകും. നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ടാവാം. ഓക്കെ, ഞാൻ എന്താ പറയാനാ, എന്തായാലും ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് ഇത്ര നല്ല മനോഹരമായിട്ട് വന്നിട്ട് ആത്മാർത്ഥയോടെ കരയുന്ന ഒരുത്തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. എനിക്ക് ഇവൻ്റെ ഈ ഒരു കാര്യത്തിൽ എന്താ പറയണ്ടേ, ഒരു സെൻറ്റിമെൻസും ഇല്ല. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാമല്ലോ, ഒരു സെൻറ്റിമെൻസും ഇല്ല. ഇവൻ്റെ ആദ്യ ഭാര്യ മരിച്ച സമയത്താണെങ്കിൽ വന്നിട്ട് അവൻ ലൈവ് ഇട്ടവനാണ്. ഇവൻ മരിച്ച് വെളിയിൽ വന്നിട്ട് ലൈവ് ഇട്ട ഒരു വ്യക്തിയാണ്. ഇപ്പം ഇവൻ ആത്മാർത്ഥയോടെ കാര്യമാണെങ്കിലും എനിക്കൊരിതുമില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. സ്വന്തം കുഞ്ഞിനെ പോലും തിരിഞ്ഞു നോക്കാത്ത നാറി, അവൻ്റെ ആദ്യ ഭാര്യയിൽ നിന്നുണ്ടായ സ്വന്തം കുഞ്ഞിനെ പോലും തിരിഞ്ഞു നോക്കാത്ത നാറി, ഒരു മുട്ടായി പോലും മേടിച്ചു കൊടുക്കാത്ത ഒരു തെണ്ടി, ഞാൻ അങ്ങനെ ഇവനെ പറയത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അവൻ അനുഭവിക്കുന്നത് വെച്ചാൽ ഇവൻ ചെയ്ത് കൂട്ടിയ ദ്രോഹമാണ്. അതാണ് ഇവനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഡാനിയൊക്കെ എന്താ മനുഷ്യത്വം. നമ്മളും ഇതുപോലുള്ള ചില സിറ്റുവേഷനൊക്കെ ലൈഫിലൊക്കെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് അത് ഓർമ്മ വരുന്നത്, എനിക്ക് ഇത് ഓർമ്മ വരുന്നത്, ചിലപ്പോൾ എനിക്ക് സെൻറ്റ് അടിക്കും. ഇവന് പക്ഷം പിടിക്കും. പക്ഷെ ഇവൻ ചെയ്തു കൂട്ടിയ പാവങ്ങൾ എന്താണ്? ആ കുഞ്ഞിൻ്റെ, ഇവൻ്റെ ആദ്യ ഭാര്യയല്ല, അവൾ ജീവൻ ഒടുക്കിയത്. അതും ഇപ്പോഴും എല്ലാവർക്കും ഭയങ്കര ഡൗട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവനെ എല്ലാവരും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന സഫയെന്ന് പറഞ്ഞ ഒരുത്തിയായിട്ട് റിലേഷൻ ആയതും അവസാനം അവൾ നേരെ കിടക്കുന്നത്. അവൾ അപ്പുറം ഇപ്പുറമൊക്കെ ചാടി നിന്ന് പോകുന്നൊരു വ്യക്തി, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. അവൾ ലല്ലുവിൻ്റെ കൂടെ പോയി കഴിഞ്ഞപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക, ഇവള് വന്നിട്ട് ഇവളെ വിളിപ്പിക്കുന്നു, അവൻ വന്നിട്ട് അവനെ വിളിപ്പിക്കുന്നു. ആകെ പല രസകരം. ഇന്നലെ ഇസ്മി കൈസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനകത്ത് യൂസ്ഡ് കാര്യങ്ങളങ്ങ് പുറത്ത് വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് കിടക്കുന്ന എണ്ണം വന്നിട്ട് കരയാൻ തുടങ്ങുന്നത്. കാരണം നിനക്ക് എന്ത് യോഗ്യതയുണ്ട് കരയാനാ? ഞാൻ അറിഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഇവൻ ഹാപ്പി ആയിട്ടാണ് നമ്മൾ നടക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു വീഡിയോ കാണുമ്പോൾ അവന് പെട്ടെന്ന് വന്നിട്ട് എന്തിനാണ് ഈ ഒരു അഭിനയം നടത്തുന്നതിൻ്റെ വല്ല ആവശ്യമുണ്ട്? ഇവനൊരു സ്റ്റാൻഡില്ല. ഇവൻ എന്താ പറയുന്നതെന്ന് പോലും ഇവന് പോലും അറിയത്തില്ല. അങ്ങനൊരു വ്യക്തിയാണ്. ഇറ്റ്സ്മി കൈസിൻ്റെ ചാനലിൽ ഇന്നലെ ഈ പറയുന്ന ഇവൻ്റെ ഇപ്പോഴത്തെ രണ്ടാമത്തെ വൈഫ് എന്ന് പറയുന്ന സഫയുടെയും ലല്ലുവിൻ്റെയും വീഡിയോ വന്നതാണ് ഇപ്പോൾ അവന് ഈ വിഷമത്തിന് കാരണം. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം, എല്ലാവരും കണ്ടു കാണുമായിരിക്കും. പക്ഷെ ഇവൻ എന്ത് യോഗ്യതയുണ്ടെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ആദ്യ ഭാര്യ റിഫ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും കാര്യവും പീഡനമല്ല. ആ സമയത്ത് ഇവർ ടിക്ടോക്കിലും ഈ പറയുന്ന റീൽസിലും യൂട്യൂബിലൊക്കെ നല്ല ഫേമായിട്ട് നിൽക്കുന്ന ഓരോ വ്യക്തികളായിരുന്നു. അന്ന് കാതർക്കരിപ്പൊടിയൊക്കെ ഇതിനെക്കുറിച്ച് ഓരോ വിഷയങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം വിട്, സ്വന്തം കുഞ്ഞിനെ പോലും നോക്കാൻ അല്ലെങ്കിൽ ഒരു മുട്ടായി മേടിച്ചു കൊടുക്കാൻ അവന് പറ്റുന്നില്ല. സ്വന്തം കുഞ്ഞിൻ്റെ നീ ഇരുന്ന് കരയുവാണെങ്കിൽ ആ ഒരു കരച്ചൊന്നൊരു വാല്യൂ ഇല്ല ബ്രോ, അതൊരു കാര്യമില്ല. അത്രേ ഉള്ളൂ. അവൾ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു, നീയും അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. പക്ഷെ നീ ഇപ്പോൾ ഈ വന്ന് കരയുന്നത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുവാണ്. നിന്നെക്കുറിച്ച് അറിഞ്ഞവർ നമ്മളോട് പറഞ്ഞുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇതിൽ നമുക്ക് കൈസിൻ്റെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഇവൻ്റെ കള്ളനാടകമാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, സത്യസന്ധമാണെങ്കിൽ അതും കൂടെ ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൊടുക്കുക. നമുക്ക് കൈസിന്റെ വീഡിയോ കാണാം. കണ്ടു തുടങ്ങിയാലോ? ഞാൻ ഇനി കാണിച്ചു തരുന്ന വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയണം ഈ വീഡിയോയിലുള്ള പെണ്ണ് ഏതാണ് എന്നുള്ളത്. വാ കണ്ടോക്കാം. അല്ലെങ്കിലും അടുത്തവന്റെ പാത്രത്തിൽ കൈയിട്ട് വാരി തിന്നുന്നതിന്റെ സുഖമൊന്നും വേറെയാണല്ലോ. അത് തന്നെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കഴിഞ്ഞ ജനുവരി ലാസ്റ്റ് അങ്ങോട്ടായപ്പോഴാണ് ഇവർ തമ്മിൽ റിലേഷൻ ആയെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ജനുവരി സമയത്തൊക്കെയാണ് ഇവർ തമ്മിൽ റിലേഷനും കാര്യമായിട്ടുള്ളതൊക്കെ. പക്ഷെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതുപോലെ ഇരുന്നിട്ട് ഓരോ കള്ളങ്ങൾ കാണിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു എവിടെയെങ്കിലും ഒരു കയ്യൊപ്പ് കാണത്തില്ലേ? അതാണ് ഈ സംഭവത്തിൽ സംഭവിച്ചത്.
ആളെ മനസ്സിലായോ? ആ മടിയിൽ കിടക്കുന്നത് ഫസ്ബിന്റെ ഭർത്താവായിട്ടുള്ള ലല്ലു ആണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടോ. അതിലാർക്കും ഡൗട്ട് ഇല്ലല്ലോ. ഇനി അതിലുള്ള മുഖം കാണിക്കാത്ത പെണ്ണാണ് എന്നുള്ളത് മാത്രം നമുക്കൊന്ന് ക്ലിയർ ചെയ്താൽ മതി. എന്തായാലും ആളുടെ മുടിയും കോലം ഒക്കെ കണ്ടപ്പോ ഏകദേശം കുറെ ആൾക്കാർക്ക് ആളാരാണെന്ന് പിടികിട്ടി കാണും. ഇനി കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി നമുക്ക് ആള് കഴുത്തിൽ അണിഞ്ഞ ലോക്കറ്റ് തന്നെ ഒരു അടയാളമായിട്ട് എടുക്കാം. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ചെയ്ത് കൊടുക്കാം. ഈ ലോക്കറ്റ് എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. ഇനി നമുക്ക് മെഹനാസിന്റെ ഭാര്യയായിട്ടുള്ള സഫയുടെ ഒരു വീഡിയോ കണ്ടോക്കാം. കന്യവോട്ട് സോറി അതല്ല, കഴുത്തിലെ ലോക്കറ്റ്. ആ ലോക്കറ്റ് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഒന്നുകൂടെ സൈഡിൽ കൊടുക്കാം. ഈ വീഡിയോയിൽ സഫ അണിഞ്ഞ അതേ ലോക്കറ്റ് തന്നെ അല്ലേ ലല്ലു മടിയിൽ കിടന്ന ആ പെണ്ണിന്റെ കഴുത്തിലുണ്ടായിരുന്ന ലോക്കറ്റ്. ഞാൻ രണ്ടിന്റെ സ്ക്രീൻഷോട്ട് ഒരുമിച്ച് കാണിച്ചു തരാം. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി 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 എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാലും എന്തൊക്കെ ഡയലോഗ് ആയിരുന്നില്ലേ? ഞാനും സഫയും തമ്മിൽ ഒരു ബന്ധമില്ല. അത് ഫസ്മിനെയും മേനാസും തമ്മിൽ പറഞ്ഞുണ്ടാക്കി വെറും കെട്ടുകഥകൾ മാത്രമാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഈ ലല്ലു എന്ന് പറയുന്നവനുണ്ടല്ലോ, നമ്മൾ പൊട്ടനും മണ്ടനും എന്ന് പറഞ്ഞാൽ അവൻ ഒടുക്കത്തെ ബുദ്ധിയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ച് ഏത് രീതിയിലും വളച്ചെടുക്കാൻ ഇവനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ ഒരു ടൈപ്പ് സാധനമാണ് അവൻ. ഇവനെപ്പോലെ ഒരു ഫ്രോഡ്, അങ്ങനെ വേണമെങ്കിൽ പറയാം, ഫ്രോഡെന്ന് തന്നെ പറയാം. എന്തായാലും ഇപ്പം രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ കൂടെ ഒന്നായതാണ് ഏറ്റവും കൂടുതൽ രസം. ഇവർ ഒന്നായി കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഇപ്പം അത് പൊക്കിയില്ലേ. ഇത് പൊക്കിയതിൻ്റെ കരച്ചിലാണ് നമ്മൾ തുടക്കം കണ്ടത്. അത് ആർക്കും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. പക്ഷെ നിനക്കൊരു യോഗ്യതയില്ല മെഹനാസെ. സ്വന്തം കുഞ്ഞിനെ പോലും തിരിഞ്ഞു നോക്കാത്ത നിനക്ക് എന്ത് യോഗ്യതയുള്ളത്? ഇപ്പം സ്വന്തം ഉപ്പേനെ കാണുന്ന ആഗ്രഹമുള്ള പയ്യൻ്റെ എന്ന് ആലോചിച്ച് നോക്കി. അല്ല, അവനങ്ങനെ ആഗ്രഹമൊന്നുമില്ല കേട്ടോ. അന്ന് കാദർ കരിപ്പോട്ടയുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവന് ഇഷ്ടം കാദറിനെ അയക്കുക എന്ന് പറയുമ്പോഴേ. ബാക്കി കൂടെ വെക്കാം. സഫയുടെ ഡ്രൈവർ എന്റെ സുഹൃത്താണ്. ആള് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സഫയുടെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി കുറച്ച് സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഇല്ല എന്നൊക്കെ ആയിരുന്നു ഡയലോഗ് അടിച്ചിരുന്നത്. ഇപ്പൊ മനസ്സിലായാലും ഇവന് ഇവിടെ തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത്. ഇനി ഇതിന് ന്യായീകരണമായിട്ട് അവളുടെ ഫ്ലാറ്റിലേക്ക് ഞാൻ സാധനങ്ങൾ കൊണ്ടുപോയി വെക്കാൻ പോയ സമയത്ത് ക്ഷീണിച്ച് അവളുടെ മടിയിൽ ഞാൻ കിടന്നു പോയതാണെന്ന് പറഞ്ഞവര് വരുമോ? അല്ല, ചിലപ്പോ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഇനി കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ഈ ഫോട്ടോ നിങ്ങൾ കണ്ടല്ലോ. ഷർട്ട് ഇടാതെ നിൽക്കുന്ന ലല്ലു, ഒരു ഓറഞ്ച് ഡ്രസ്സിൽ കട്ടിൽമേൽ ഇരിക്കുന്ന സഫ. ഇനി അതുകൂടാതെ ഇതേ കോസ്റ്റ്യൂമിൽ സഫന്റെ മറ്റൊരു ഫോട്ടോ കൂടി കാണിച്ചു തരാം. ഇതോടെ പൂർത്തിയായല്ലോ. അത്രേ ഉള്ളൂ. ഇനി ഈ ഫോട്ടോസും കാര്യങ്ങളും എടുത്തതാരാ? ഈ ഫോട്ടോ എടുത്തതാരാണ്? ഞാനതാ ചോദിക്കുന്ന ഒരു ചോദ്യം. ഈ ഫോട്ടോ എടുക്കുന്നത് ഇവൻ എടുത്തായിരിക്കും. ഒന്നെങ്കിൽ ഇവൻ എന്തെങ്കിലും ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന്റെ, എനിക്ക് തോന്നുന്നത് ആ ഫോട്ടോ കണ്ടിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തതാന്ന് തോന്നുന്നു. അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തതാന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോസ് എടുക്കുന്ന ഒരു പരിപാടിയുണ്ട് ചില നിമിഷങ്ങളില്ല. ആ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു സമയമാകുമ്പം അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെക്കും ഓരോ ഇത്. എന്നിട്ട് എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ ഇവൻ അല്ലെങ്കിൽ ഇവൻ്റെ ഫ്രണ്ടായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും ഇത് ഷെയർ ചെയ്തത്. 100% ഉറപ്പാണ്. ഇതിപ്പം കയ്യോടെ പൊക്കി ശരിക്കും നാറ്റ കേസായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത്രയും നാൾ സോഷ്യൽ മീഡിയ വന്നിട്ട് ആൾക്കാരെ വെറും ഉണ്ണാക്കാന്മാരാക്കിയെന്ന് മനസ്സിലായല്ലേ? സഫയാണെങ്കിൽ ഇപ്പം പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പ്രൊമോഷനും അതും ഇതുമായിട്ടൊക്കെ പോകുന്നതെന്ന് അറിയാൻ കഴിയുന്നത്. പുള്ളിക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. അത്യാവശ്യം 50,000 ഫോളോവേഴ്സും ഉണ്ട്. പ്രൊമോഷൻ പിടിക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല എമൗണ്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ സഫ എന്താ പറയുക, നല്ലൊരു പേരൻ്റ് അല്ല. ആ ഒരു കുഞ്ഞിനെ പോലും നേരെ ചൊല്ലി നോക്കുന്നില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ഓരോരുത്തരൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത്. ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ നമുക്കറിയുന്ന ചില ടീംസുകളൊക്കെ ഉണ്ട്. അവർ പറയുന്നത് വെച്ചാൽ 1-2 ദിവസമൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ കൊച്ചിനെ അവിടെ ഇട്ടിട്ടൊക്കെയാണ് പോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തായാലും എല്ലാം കണക്കാണ്. 23 വയസ്സുണ്ട്. അതെങ്ങനെ മെച്യൂരിറ്റി ഇല്ലാത്ത പ്രായത്തിൽ കൊണ്ട് പണ്ടത്തെ ആൾക്കാർക്ക് 18-ഉം 19-ഉം ഒക്കെ കെട്ടിച്ചുവിടാൻ അവർക്ക് പക്വതയുണ്ട്. ഇവറ്റകൾക്കൊന്നും അതില്ല. സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന കുറേ ജന്തുക്കൾ, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, ഇത് കണ്ടിട്ട് ഇവൻ്റെ ഈ കരച്ചിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത്ര ആത്മാർത്ഥമൊക്കെ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.